Good morning. In the last English grammar class, we studied different types of present tense. We learned about simple present tense, present continuous tense, present perfect tense, and present perfect continuous tense. Today, we are going to study about past tense. In past tense also, we are having four different types. They are first one, simple past tense. Second one, past continuous tense. And third, past perfect tense. And last one, past perfect continuous tense. In present tense, the four types were first one, simple present, then present continuous, after that present perfect, and last one present perfect continuous tense. Likewise, in past tense, what is the first one? Simple past tense, then past continuous tense, past perfect tense, past perfect continuous tense. Instead of present, here we are used past everywhere. Past, past and past. The remaining are same. എന്താണ് പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞു പോയ കാലമാണ്. അതായത് മലയാളത്തിൽ നമ്മൾ ഭൂതകാലം എന്ന് പറയുമല്ലോ, അതുതന്നെയാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ. ആ പാസ്റ്റ് ടെൻസിനും പ്രസൻറ്റ് ടെൻസിൽ എന്നതുപോലെ തന്നെ 4 തരമുണ്ട്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി ഓരോന്നും നമുക്ക് എക്സാമ്പിൾ സഹിതം പഠിക്കാം. ഫസ്റ്റ് വൺ, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിൽ നമ്മൾ V2 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. വെർബിൻ്റെ സെക്കൻഡ് ഫോം. വെർബിൻ്റെ സെക്കൻഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് വൺ, വാക്ക് ആണെങ്കിൽ ഇത് V1 വാക്ക് ആണെങ്കിൽ V2 എന്തായിരിക്കും? വാക്ക്ഡ്. V3യും എന്താണ്? വാക്ക്ഡ് തന്നെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ വാക്ക് വെർബായി വരത്തക്ക നിലയിൽ ഒരു സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക? വാക്ക്ഡ് എന്ന് പറയണം. അപ്പോൾ അത് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് രൂപത്തിൽ ഒരു സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ സാധാരണ സ്ട്രക്ചർ പോലെ തന്നെ നമ്മൾ എഴുതിയിട്ട് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം എഴുതിയാൽ മതിയാവും. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. She walked to the store yesterday. She walked. അവൾ കടയിലേക്ക് ഇന്നലെ നടന്നു പോയി. അത്രേ ഉള്ളൂ. ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഷീ വാക്ക്ഡ് ടു ദി സ്റ്റോർ യെസ്റ്റർഡേ. ഇവിടെ നമ്മൾ കണ്ടോ, വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. V2 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് V3 അല്ല, മറിച്ച് V2 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ വാക്ക്ഡ് ടു ദി സ്റ്റോർ യെസ്റ്റർഡേ. ഇന്നലെ അവൾ സ്റ്റോറിലേക്ക് നടന്നു പോയി. ഒരു സിമ്പിൾ സെൻറ്റൻസ്. They visited Paris last summer. They visited Paris. അവർ പാരീസ് സന്ദർശിച്ചു. എപ്പോൾ? ലാസ്റ്റ് സമ്മർ. കഴിഞ്ഞ സമ്മറിൽ അവർ പാരീസ് സന്ദർശിച്ചു. ഒരു സിമ്പിൾ സെൻറ്റൻസ്. They visited. വെർബിൻ്റെ V2 form. He finished his homework before dinner.
He finished. FINISHD. He finished. Finish എന്നതിൻ്റെ past tense ആണ് finished. He finished his homework before dinner. ഡിന്നറിന് മുമ്പായി അവൻ അവൻ്റെ ഹോംവർക്ക് പൂർത്തീകരിച്ചു. ഇത് അപ്പോൾ എന്താണ്? ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് രൂപമാണ് ഈ 3 സെൻറ്റൻസുകളും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഇന്ന് നമ്മൾ പഠിച്ചതനുസരിച്ച് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ ഒരു എസ് സൗണ്ട് ഉണ്ടാവും. പ്ലൂറൽ ആണെങ്കിൽ ആ എസ് സൗണ്ട് ഇല്ലാതെ ആ വെർബിൻ്റെ നോർമൽ ഫോം ഉപയോഗിക്കുകയായിരുന്നു. ഇവിടെ അങ്ങനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ ആ ഒരു എസ് സൗണ്ട് വരുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി സെക്കൻഡ് വൺ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ എന്തുണ്ടാവണം? ING ഫോം ഉണ്ടാവണം, വെർബിൻ്റെ ING ഫോം ഉണ്ടാവണം. പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഈസും ആറുമായിരുന്നു ആ വെർബിൻ്റെ ING ഫോമിൻ്റെ മുമ്പായിട്ട് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ, പാസ്റ്റ് ടെൻസ് ആവുമ്പോൾ ഈസിന് പകരം വാസും ആറിന് പകരം വേറുമാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായല്ലോ വ്യത്യാസം? പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് എങ്കിൽ പാസ്റ്റ് ടെൻസിൽ ആ സ്ഥാനത്ത് എന്താണ് ഉപയോഗിക്കുക? ഈസിൻ്റെ സ്ഥാനത്ത് വാസ് പ്ലസ് വെർബ് പ്ലസ് ING. വാസ് പ്ലസ് വെർബിൻ്റെ ING രൂപം. അതുപോലെ തന്നെ ആർ എന്നതിന് പകരം ഇവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? വേർ പ്ലസ് വെർബ് പ്ലസ് ING. വേർ എഴുതിയതിന് ശേഷം വെർബിൻ്റെ ING ഫോം ഉപയോഗിക്കുക. ഇത്ര വ്യത്യാസമേ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള വ്യത്യാസമാണുള്ളൂ. ഇനി അർത്ഥവ്യത്യാസം എന്താണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ അതിനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. മുമ്പൊരിക്കൽ നടന്നുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണെങ്കിൽ അതെന്തായിരിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും ആയിരിക്കും. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, I was studying when the phone rang. I was studying when the phone rang. ഇവിടെയാണ് ആ പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം വരുന്നത്. I was study എന്നതിൻ്റെ ING ഫോം studying. I was studying. പിന്നെ ആ സന്ദർഭം പറഞ്ഞു എന്നേ ഉള്ളൂ. സന്ദർഭം പറയുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് when the phone rang, ഇതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഈ രണ്ട് സെൻറ്റൻസുകൾ യോജിപ്പിച്ചു കൊണ്ടുവരുന്ന കണ്ടിന്യൂസ് ടെൻസിൽ ഒന്ന് ആ പാസ്റ്റ് കണ്ടിന്യൂസും മറ്റേത് എന്താണ്? സിമ്പിൾ പാസ്റ്റുമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇത്രേ നമുക്കിവിടെ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇതിനകത്ത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം എന്ന് പറയുന്നത് ഇത്രയുമാണ്. പക്ഷേ I was studying എന്നത് കൊണ്ട് മാത്രം എന്താകുന്നില്ല? ഒരു സെൻറ്റൻസ് പൂർത്തിയാകുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മറ്റ് എന്തെങ്കിലും കൂടി ചേർക്കണം. ഫോൺ ബെല്ലടിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എന്താണ്? വാസ് പ്ലസ് വെർബ് പ്ലസ് ING. ഇവിടുത്തെ വെർബ് ഏതാണ്? സ്റ്റഡിയാണ് പ്ലസ് ING, സ്റ്റഡിയുടെ ING ഫോം. അപ്പോൾ വാസ് പ്ലസ് സ്റ്റഡി പ്ലസ് ING. I was studying. മനസ്സിലായല്ലോ? ഇനി രണ്ടാമതൊരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. They were playing football when it started raining. They were playing football when it started raining. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ദേ വേർ. ഇവിടെ നോക്കാം, പ്ലൂറലാണ്. ദേ, അവർ അല്ലേ? അത് പ്ലൂറലാണ്. അപ്പോൾ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? വേർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിംഗുലർ ആകുമ്പോൾ വാസ് ആണെങ്കിൽ, പ്ലൂറൽ ആകുമ്പോൾ വേർ എന്ന് ഉപയോഗിക്കും. ദേ വേർ പ്ലേയിങ് ഫുട്ബോൾ. പ്ലേയുടെ ING ഫോം പ്ലേയിങ് അല്ലേ? വെർബിൻ്റെ ING ഫോം വേർ പ്ലസ് വെർബ് പ്ലസ് ING. ദേ വേർ പ്ലേയിങ് ഫുട്ബോൾ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മറ്റൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഹി വാസ് വാച്ചിങ് TV when she was cooking.
ഷീ വാസ് വാച്ചിങ് ടി വി. വാസ്, വാച്ച് പ്ലസ് ing. ഷീ വാസ് വാച്ചിങ് ടി വി വെൻ ഷീ വാസ് കുക്കിംഗ്. അവൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയാൾ ടി വി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് അപ്പോൾ എന്തെന്ന് പറയുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും തമ്മിലുള്ള വ്യത്യാസം എന്നും നമുക്ക് മനസ്സിലാക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ആദ്യം നമുക്ക് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ച് നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ സിംഗുലറിലും പ്ലൂറലിലുമായിട്ട് ഹാസും ഹാവും മാറി ഉപയോഗിച്ചു അല്ലേ? സിംഗുലർ ആകുമ്പോൾ ഒരു ഹാസ് ഉണ്ടായിരുന്നു, പ്ലൂറലായപ്പോൾ ഒരു ഹാവ് ഉണ്ടായിരുന്നു അല്ലേ? അതിൻ്റെ കൂടെ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ഫോമാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. വെർബിൻ്റെ V3 ഫോമാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇത് എന്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത് എങ്കിൽ ഇതേ സ്ഥാനത്ത് ഹാസിനും ഹാവിനും പകരം നമ്മൾ ഉപയോഗിക്കുക ഹാഡാണ്. ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ അതെന്തായി? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയി. അത്രയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ആ മീനിങ് നമുക്ക് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്, ഞാൻ എൻ്റെ ജോലി തീർത്തിട്ടുണ്ട്. അത് ഇപ്പോൾ തൊട്ട് മുമ്പായിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം നിങ്ങളോട് പറയുമ്പോഴാണ് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക് എന്ന് പറയുന്നത്. മുമ്പൊരിക്കൽ മറ്റൊരു ഇൻസ്റ്റൻറ്റിൽ, മറ്റൊരു കാലഘട്ടത്തിൽ, മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ ഒരു പണി പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ, ഉണ്ടായിരുന്നു എങ്കിൽ അതെങ്ങനെയാണ് പറയുക? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഐ ഹാഡ് കംപ്ലീറ്റഡ് ദാറ്റ് വർക്ക്, ഞാൻ ആ ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് കംപ്ലീറ്റഡ് അല്ലേ? ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ആണ് എന്ത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാഡ് already eaten when they arrived. അവർ വന്ന സന്ദർഭത്തിൽ ഞാൻ എപ്പോഴോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എൻ്റെ കൂടെ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ചാൻസ് ഇല്ല. അവർ വന്നപ്പോഴത്തേക്കും അതിനു മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഭക്ഷണം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹാഡ് ഓൾറെഡി ഈറ്റൺ. ഹാഡ് ഓൾറെഡി ഈറ്റൺ ഇവിടെയാണ് വരുന്നത്. ഈറ്റൺ, ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഇതാണ് V1, V2, V3 ഈറ്റിൻ്റെ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഐ ഹാഡ് ഓൾറെഡി ഈറ്റൺ വെൻ ദേ വെർ അറൈവ്ഡ്. ഷീ ഹാഡ് കംപ്ലീറ്റഡ് ദി പ്രോജക്റ്റ്. Before the deadline. She had completed. She had completed V3 form completed. She had completed the project. അവളുടെ പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എപ്പോൾ? ബിഫോർ ദി ഡെഡ് ലൈൻ, അവസാന സമയത്തിന് മുമ്പായിട്ട് തന്നെ അവളുടെ പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് അവസാനത്തെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡെഡ് ലൈൻ. ഇത്രാം തീയതിക്കുള്ളിൽ, ഇത്രാം തീയതി ഇത്ര മണിക്കുള്ളിൽ എന്ന് പറയുന്നില്ലേ, അതിനെയാണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ആ ഡെഡ് ലൈനിന് മുമ്പ് അവളുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എന്ത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒരു സിമ്പിൾ ഫോം.
അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് മണിക്കൂറുകളോളം അവൻ അതിൻ്റെ മേൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് ചുരുക്കം. ഹി ഹാഡ് ബീൻ വർക്കിംഗ്. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വർക്ക്. വർക്കിൻ്റെ ING ഫോം എന്താണ്? വർക്കിംഗ്. ഹാഡ് ബീൻ വർക്കിംഗ്. He had been working on the assignment 4 hours before submitting it. 4 hours before submitting it. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മണിക്കൂറുകളോളം അവൻ അസൈൻമെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. 2 എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിരിക്കുന്നു, നോക്കൂ. By the time we arrived, they had been waiting for over an hour. ഇവിടെ ഏതാണ്? They had been waiting അല്ലേ? had പ്ലസ് ബീൻ പ്ലസ് വെയിറ്റിംഗ്, വെയിറ്റ് പ്ലസ് ING. ഇവിടെയാണ് എന്ത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം വന്നിരിക്കുന്നത്. നമുക്കിതിനെ ആശയം എന്താണെന്ന് നോക്കാം. ബൈ ദി ടൈം വി അറൈവ്ഡ്, ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ. ദേ ഹാഡ് ബീൻ വെയിറ്റിംഗ്, അവർ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഫോർ ഓവർ ആൻ അവർ, 1 മണിക്കൂറിലേറെയായിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതായത് ഞങ്ങളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ 1 മണിക്കൂറിന് മുകളിലായിട്ട്. ഇതാണ് അതിൻ്റെ ആശയം. ദേ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ഓവർ ആൻ അവർ. മറ്റൊരു സെൻറ്റൻസ്. ഷീ ഹാഡ് ബീൻ റീഡിങ് ദി ബുക്ക് ഓൾ ദി ഡേ ബിഫോർ she finally finished it. She had been reading. അവളത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും അവൾ കണ്ടിന്യൂസ് ആയിട്ട് ആ പുസ്തകം വായിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പാസ്റ്റ് ടെൻസ് എന്തെന്നും അതിൻ്റെ 4 ടൈപ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഏതൊക്കെയായിരുന്നു? സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, then past perfect tense, and last one past perfect continuous tense. ഇതെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.